ഹായ് ഫ്രണ്ട്സ്, വണ്ടിപ്പിടിക്കാരൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു ഓഡിയുടെ S8 ആണ്. ഇതൊരു 2023-24 വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു വാഹനം വർക്ക്ഷോപ്പിൽ വന്നിട്ടുള്ളത് ഫ്രണ്ട് ആക്സിഡൻ്റ് ആയിട്ടാണ്. അപ്പോൾ ഫ്രണ്ട് ആക്സിഡൻറ്റിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ റേഡിയേറ്റർ, കണ്ടൻസർ കാര്യങ്ങളെല്ലാം തന്നെ ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ വാഹനത്തിൽ ഡാമേജ് വന്നിരിക്കുന്നത് ഞാൻ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ സ്റ്റാർട്ടർ വല്ലതും ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ ഈ വാഹനത്തിൻ്റെ എഞ്ചിനും ഗിയർ ബോക്സും നമുക്ക് എല്ലാം തന്നെ അഴിച്ചാൽ മാത്രമേ ഈ വാഹനത്തിൻ്റെ സ്റ്റാർട്ടർ മാറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഏതാണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന എഞ്ചിൻ, അതേമാതിരി തന്നെ ഈ വാഹനത്തിന് കോമൺ ആയിട്ട് എന്തൊക്കെ കംപ്ലൈൻറ്റ് വരുന്നുണ്ട് എന്നുള്ളതൊക്കെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ അതേമാതിരി തന്നെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവോ ആരെങ്കിലും ഇങ്ങനെയുള്ള വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അവർക്കായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. പുതിയ മോഡൽ ഓഡിയിൽ വരുന്ന റിമോട്ട് കീ എല്ലാം തന്നെ ഈ ഒരു ഡിസൈനിലാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ റിമോട്ട് കീ തന്നെയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ആക്സിഡൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ എല്ലാം തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിലുള്ള റേഡിയേറ്റർ, കണ്ടൻസർ കാര്യങ്ങളെല്ലാം തന്നെ അഴിച്ചിട്ടുണ്ട്. അപ്പോൾ അഴിച്ച സമയത്ത് നമുക്ക് ആക്സിഡൻറ്റ് റിലേറ്റഡ് അല്ലാതെ ഈ വാഹനത്തിന് നമുക്ക് വാട്ടർ പമ്പ് ലീക്ക് നമ്മൾ വിഷ്വലി നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് വാട്ടർ പമ്പും കൂടി അഴിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം അത് ആക്ച്വലി എന്ന് പറയുന്നത് ആക്സിഡൻറ്റ് റിലേറ്റഡ് ജോബല്ല. ഇതിൽ വന്നിരിക്കുന്ന എഞ്ചിൻ പറയുകയാണെങ്കിൽ V8 എഞ്ചിനാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകുന്നതാണ് ഇതിൻ്റെ അകത്ത് കൂളൻറ്റും കാര്യങ്ങളൊക്കെ ഒരു മാർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു V8 ട്വിൻ ടർബോ എഞ്ചിനാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ ഇതേപോലെയുള്ള എഞ്ചിൻ 3 വാഹനങ്ങളിൽ വരുന്നുണ്ട്. അപ്പോൾ അത് ഏതാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഇതിലിപ്പം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ അകത്ത് കൂളൻറ്റിൻ്റെ മാർക്കും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാട്ടർ പമ്പ് ലീക്കായിട്ടാണ്. വാട്ടർ പമ്പ് ലീക്കായിട്ട് സർക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തെറിച്ചതാണ്. അല്ലാതെ വേറെ ലീക്കോ കാര്യമൊന്നും തന്നെ വന്നിട്ടില്ല. പക്ഷേ നമുക്കിതിൻ്റെ വാട്ടർ പമ്പ് മാറുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ തെർമോസ്റ്റാറ്റും അതിൻ്റെ ഹൗസിങ്ങും കാര്യങ്ങളെല്ലാം അയച്ചാൽ മാത്രമേ നമുക്കതിൻ്റെ വാട്ടർ പമ്പ് മാറാനും സാധിക്കത്തുള്ളൂ. ഇനി ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു അഡാർ ലുക്ക് തന്നെയാണ്. ഈ വാഹനത്തിൻ്റെ സീറ്റും അതേമാതിരി ഡാഷ്ബോർഡിൻ്റെ കളറും അതിൻ്റെ ഡിസൈനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു അന്യായ ലുക്ക് തന്നെയാണ്. ഇനി അതേമാതിരി തന്നെ ഞാൻ ഒരു വണ്ടിയുടെ സെയിം എഞ്ചിൻ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടല്ലോ, ഇതൊരു ബെന്റ്ലിയുടെ എഞ്ചിനാണ്. അപ്പോൾ അതേ സെയിം സെയിം എഞ്ചിൻ തന്നെയാണ് ഈ വാഹനത്തിലും വന്നിട്ടുള്ളത്. അപ്പോൾ ബെന്റ്ലിയിലെ V8 ട്വിൻ ടർബോ എഞ്ചിൻ തന്നെയാണ്, സെയിം എഞ്ചിൻ തന്നെയാണ്, വേറെ വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇതിൻ്റെ സൈഡിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കുറേ ഇലക്ട്രിക്കലിൻ്റെ കാര്യങ്ങളൊക്കെ കാണാം. ഇതിൻ്റെ പ്രഷർ കൺവെർട്ടറും കാര്യങ്ങളെല്ലാം തന്നെ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ടർബോയുടെ പ്രഷർ കൺവെർട്ടർ കാര്യങ്ങളെല്ലാം ആണ്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് എഞ്ചിൻ ഇറക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഗിയർ ബോക്സും ഒരുമിച്ച് മാത്രമേ നമുക്ക് ഇറക്കാൻ സാധിക്കത്തുള്ളൂ. ഈ ഒരു വയറിംഗ് ആണല്ലോ, ഈ ഒരു വയറിംഗ് ആണ് ഈ വാഹനത്തിൻ്റെ സ്റ്റാർട്ടറിലോട്ട് പോകുന്ന വയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാഹനത്തിൽ ഇതൊരു ഫോർമാറ്റിക് വണ്ടിയാണ്. അപ്പോൾ ഫോർമാറ്റിക്കും അതിൻ്റെ ഡിഫറൻഷ്യലും കാര്യങ്ങളും പ്രൊപ്പല്ലർ ഷാഫ്റ്റും എല്ലാം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മോഡൽ വാഹനങ്ങളുടെ എഞ്ചിൻ ഇറക്കാതെ നമുക്ക് ഈ വാഹനത്തിൻ്റെ സ്റ്റാർട്ടർ മാറാൻ സാധിക്കത്തില്ല. ഇത് കണ്ടല്ലോ, ഇതൊരു പ്രഷർ കൺവെർട്ടറാണ്. ഇത് ഓരോ ടർബോയുടേതും 2 സൈഡിലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി അതേമാതിരി തന്നെ ഇവിടെ സൈഡിലായിട്ട് ഓൾട്ടർനേറ്റർസ് വരുന്ന വയറിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V8 ട്വിൻ ടർബോ തന്നെയാണ്. അത്യാവശ്യം നല്ല പവർഫുൾ എഞ്ചിൻ തന്നെയാണ്. ഇതിൻ്റെ ടർബോ നോക്കിക്കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം നല്ലൊരു വലുപ്പത്തിലുള്ള ടർബോ തന്നെയാണ് 2 വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇമ്പല്ലറും കാര്യങ്ങളും അതേമാതിരി തന്നെ അതിൻ്റെ ആ വെൻ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു ഡിസൈനിൽ തന്നെയാണ് അത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മോഡൽ വാഹനങ്ങളുടെ സ്റ്റാർട്ടർ മാറാൻ മസ്റ്റായിട്ട് നമുക്ക് എഞ്ചിനും ഗിയർ ബോക്സ് ഇറക്കാതെ നമുക്ക് ഈ വാഹനത്തിൻ്റെ സ്റ്റാർട്ടർ മാറാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇതിലിപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒന്നും സ്റ്റാർട്ടർ നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇവിടെ സൈഡിലായിട്ട് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ സ്റ്റാർട്ടറിൻ്റെ വയറിങ് നമ്മൾ നേരെ ഗിയർ ബോക്സിൻ്റെ മുകളിൽ നിന്ന് തന്നെയാണ് സ്റ്റാർട്ടറിലോട്ട് പോകുന്ന ഒരു വയറിങ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഗിയർ ബോക്സ് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. അതേമാതിരി തന്നെ ഇതിൻ്റെ ടൈമിങ് വരുന്നത് ബാക്ക് വശത്താണ്. ഗിയർ ബോക്സിൻ്റെ സൈഡിലായിട്ടാണ് ഈ വാഹനത്തിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളെല്ലാം തന്നെ വരുന്നത്. ഇതിപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ ഗിയർ ബോക്സ് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഗിയർ ബോക്സിൻ്റെ ബെൽ ഹൗസിങ്ങിൻ്റെ അകത്തായിട്ടാണ് ഈ വാഹനത്തിൻ്റെ സ്റ്റാർട്ടർ വരുന്നത്. ഇത് കണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ സ്റ്റാർട്ടർ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ എഞ്ചിനും ഗിയർ ബോക്സും സെപ്പറേറ്റ് ആക്കിയ സമയത്താണ് നമ്മൾ ഇതിൻ്റെ അകത്ത് സ്റ്റാർട്ടർ കാണാൻ സാധിക്കുന്നത്. അതേമാതിരി തന്നെ ഇതിൻ്റെ വയറിങ് നേരെ ഇതിൻ്റെ ഗിയർ ബോക്സിൻ്റെ അവിടെ നിന്ന് വെളിയിലോട്ടാണ് പോകുന്നത്. ഇത് കണ്ടല്ലോ. അപ്പോൾ കോമൺ ആയിട്ട് ഈ വാഹനങ്ങളുടെ സ്റ്റാർട്ടർ കംപ്ലയിൻറ്റ് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതുവരെ ഇതിൻ്റെ സ്റ്റാർട്ടർ നമ്മൾ റിപ്ലേസ് ചെയ്തിട്ടില്ല. പക്ഷേ നമ്മൾ എഞ്ചിൻ ജാമായത് കാരണം നമ്മളിത് എഞ്ചിനും ഗിയർ ബോക്സും നമ്മൾ അയച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇതേ ടൈപ്പ് സെയിം എഞ്ചിൻ 3 വാഹനങ്ങളിലാണ് വരുന്നത്. ഈ 3 എഞ്ചിൻ എന്ന് പറയുന്നത് 3ഉം സെയിം എഞ്ചിൻ തന്നെയാണ്. പോർഷയിൽ വരുന്നുണ്ട്, അതേമാതിരി തന്നെ ഓഡിയിൽ വരുന്നുണ്ട്, ബെന്റ്ലിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ 3 എഞ്ചിനും ഇതേ സെയിം എഞ്ചിൻ തന്നെയാണ്. ഇതിൻ്റെ അകത്ത് വലിയ വ്യത്യാസമോ കാര്യമോ ഒന്നും തന്നെ വരുന്നില്ല.
ഇനി ഈ 3 വാഹനങ്ങളിലല്ലാതെ നിങ്ങൾ വേറെ ഏതെങ്കിലും വാഹനങ്ങളിൽ ഈ എഞ്ചിൻ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിതിപ്പോൾ കണ്ടല്ലോ, അഴിക്കുന്ന സമയത്തും കുറച്ച് ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എടുത്തൊരു വീഡിയോ ആണ്. നമ്മളിത് ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ വാഹനത്തിൽ മെക്കാനിക്കൽ കൂളൻ പമ്പ് കൂടാതെ ഈ വാഹനത്തിൽ ഇലക്ട്രിക്കലിൻ്റെ കൂളൻ പമ്പും കാര്യങ്ങളും അതേമാതിരി തന്നെ അതിൻ്റെ വെൻറ്റ് വാൾവും കാര്യങ്ങളും എല്ലാം തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് അതേമാതിരി തന്നെ ട്രാൻസ്മിഷൻ കൂളൻ പമ്പും അതേമാതിരി തന്നെ അതിൻ്റെ വെൻറ്റ് വാൾവും എല്ലാം തന്നെ ഈ ഫ്രണ്ടറിൻ്റെ അകത്തായിട്ടാണ് വരുന്നത്, ആർഎച്ച് ഫ്രണ്ടറിൻ്റെ അകത്തായിട്ട്. ഇനി നമ്മൾ വീണ്ടും ലെഫ്റ്റ് ഫ്രണ്ടറിൻ്റെ അകത്തോട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ ഇതേമാതിരി തന്നെ ഇവിടെ കുറേ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് ഫ്രണ്ടറിൻ്റെ അകത്തായിട്ട് ഇവിടെ വയറിങ്ങും അതേമാതിരി തന്നെ മൊഡ്യൂളും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേമാതിരി തന്നെ ഇവിടെ കൂളർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സൈഡിലായിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കൺട്രോൾ മൊഡ്യൂൾ നിങ്ങൾക്ക് ഇവിടെ മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇനി ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയലും അതേമാതിരി തന്നെ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ വാഹനത്തിൽ 4 എയർമാറ്റിക് സസ്പെൻഷൻ തന്നെയാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. ഹെഡ്ലൈറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു അഡാർ ലുക്ക് തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റിൽ വന്നിരിക്കുന്നത്. ഇനി ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇച്ചിരി ഇൻറ്റീരിയലൊക്കെ ഇച്ചിരി കച്ചറയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനം ഒരു ഫ്ലഡഡ് ആയിട്ട് വന്നതാണ്. അപ്പോൾ അതേമാതിരി തന്നെ ഇതിൻ്റെ അകത്ത് ഫ്ലഡഡ് ആയിട്ടുള്ള ഇതിൻ്റെ ഗ്ലാസ്സൊക്കെ താഴ്ന്നു കിടക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റേതായ ഡേർട്ടിയും കാര്യങ്ങളൊക്കെ വാഹനത്തിൻ്റെ അകത്തും ഉണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇൻറ്റീരിയർ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാനും ഉണ്ട്. ഇപ്പം ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തത് ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ ആയിട്ട് എടുത്ത് ഞാൻ ഷൂട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. എപ്പോഴൊക്കെയാണ് എനിക്ക് ഫ്രീ കിട്ടുന്നത് ആ സമയങ്ങളിലൊക്കെ ഉള്ള കുറച്ച് ഭാഗങ്ങളുള്ള ഒരു പോർഷനാണ് എൻ്റെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇച്ചിരി ഡേർട്ടിയും കാര്യങ്ങളൊക്കെ വാഹനത്തിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അതേമാതിരി തന്നെ നമ്മളൊരു എഞ്ചിൻ വേറെ ഒരു വണ്ടിയുടെ എഞ്ചിനും കൂടി ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു ഓഡിയുടെ എഞ്ചിനാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നിയേക്കാം ഇത് എത്ര സിലിണ്ടർ വണ്ടിയാണെന്ന്. ഇതൊരു W12 എഞ്ചിനാണ്, 12 സിലിണ്ടർ വാഹനമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അതേമാതിരി തന്നെ ഓരോ സൈഡിലും ഈ 2 എക്സോസ്റ്റ് വീതം കൊടുത്തിട്ടുണ്ട്. അത് ബാങ്ക് 1 ബാങ്ക് 2. ഇതൊരു ബാങ്ക് 4 എഞ്ചിനാണ്. ഇത് ബാങ്ക് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ 3 സിലിണ്ടർ ബാങ്ക് 1 ആയിട്ടാണ് കാൽക്കുലേഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ സെക്കൻഡറി ഇഞ്ചക്ഷൻ പമ്പ് ബാക്കിൽ ഗിയർ ബോക്സിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് അപ്പുറത്തും 2 സൈഡിലായിട്ട് ഓരോ പമ്പ് വീതം കാണാൻ സാധിക്കും. അപ്പോൾ ഈ കോമൺ ആയിട്ട് ഈ മോഡൽ വാഹനങ്ങൾക്ക് സെക്കൻഡറി ഇഞ്ചക്ഷൻ പമ്പിൻ്റെ ഇതൊക്കെ ഫോൾട്ട് വരാറുണ്ട്. ഏറ്റവും കൂടുതൽ സെക്കൻഡറി ഇഞ്ചക്ഷൻ പമ്പിൻ്റെ ഫോൾട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെറാറി മെസറാട്ടി വാഹനങ്ങളിലാണ് ഈ സെക്കൻഡറി ഇഞ്ചക്ഷൻ പമ്പിൻ്റെ ഫോൾട്ട് കൂടുതലായിട്ടും വരാറ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 2 പമ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേമാതിരി തന്നെ കോമ്പി വാൾവും കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ എയർ സെക്കൻഡറി ഇഞ്ചക്ഷൻ പമ്പ് കൊടുത്തിട്ടുള്ളതെന്നൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ പഴയ വീഡിയോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഇപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ എൻ്റെ വീഡിയോ ഒക്കെ വന്ന് കമൻറ്റ് ചെയ്യുന്ന കുറേ പേരുണ്ട്, നിങ്ങളുടെ വീഡിയോ ഒന്നും കംപ്ലീറ്റഡ് അല്ല, നിങ്ങളുടെ വീഡിയോ ഒന്നും പൂർണ്ണത വരുന്നില്ല എന്നൊക്കെ. അപ്പോൾ ആക്ച്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും അഴിക്കുന്ന വീഡിയോകളും പിടിപ്പിക്കുന്ന വീഡിയോകളൊക്കെ ഇടണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ എപ്പോഴും നമ്മുടെ ഒരു പരിധിയും അതേമാതിരി തന്നെ ആ ലിമിറ്റേഷൻസും ഫ്രീ കിട്ടുന്ന സമയങ്ങളൊക്കെയാണ് ഞാൻ എൻ്റെ ഈ വീഡിയോ എടുക്കുന്നതും അതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അതേമാതിരി തന്നെ ഓടി വാഹനങ്ങൾ നിരവധി ടൈപ്പ് എഞ്ചിൻ വരാറുണ്ട്. 4 സിലിണ്ടർ, 5 സിലിണ്ടർ, 6 സിലിണ്ടറിൽ തന്നെ 2 ഹെഡ് ഉള്ളതും സിംഗിൾ ഹെഡ് ഉള്ളതും എല്ലാം തന്നെ വരാറുണ്ട്. ഇനി അതേമാതിരി തന്നെ ഓരോ വാഹനങ്ങളിലും നിങ്ങൾക്ക് ടർബോ ഉള്ളത് ചില വാഹനങ്ങളിൽ നിങ്ങൾക്ക് കാണാം, ഇനി സൂപ്പർ ചാർജറുള്ള വാഹനങ്ങൾ കാണാം. ഇനി ഇതൊന്നുമില്ലാതെ നോർമൽ ഇൻടേക്ക് വെച്ചിട്ടുള്ള വാഹനങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഓരോ മോഡൽ വാഹനങ്ങളുടെയൊക്കെ കംപ്ലയിൻറ്റ് നിങ്ങൾക്ക് സെപ്പറേറ്റ് ഓരോ എഞ്ചിന് എന്താണ് കംപ്ലയിൻറ്റ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ അങ്ങനെ അതിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് ഓരോ എഞ്ചിന് എന്തൊക്കെ കോമൺ ആയിട്ട് കംപ്ലയിൻറ്റ് വരുന്നതൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പറയാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.